വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മത്തായി സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങൾ അറിയപ്പെടുന്നത് ഗിരിപ്രഭാഷണം എന്ന പേരിലാണ്. ഗിരിപ്രഭാഷണം അവസാനിപ്പിക്കുന്നത് വീടുപണിയുമായി ബന്ധപ്പെട്ട ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ്. 7-ാം അധ്യായം 24 മുതൽ 27 വരെ. ഈ ഉപമയിൽ കൂടി 2 വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയാ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, പറമേൽ അടിസ്ഥാനം വിട്ട് ഭവനം പണിയുന്ന ബുദ്ധിമാൻ, അതായത് കർത്താവിൽ അടിസ്ഥാനം ഉറപ്പിച്ച് കർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന ബുദ്ധിമാൻ. 2, ആഴത്തിൽ കുഴിക്കാതെ മണലിന്മേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന ബുദ്ധിഹീനൻ, അതായത് കർത്താവിൻ്റെ ഉപദേശം കേൾക്കുന്നു എങ്കിലും ആ ഉപദേശത്തിന് പ്രകാരം ജീവിക്കാത്ത ബുദ്ധിഹീനൻ. ഭവനത്തിൻ്റെ അടിസ്ഥാനം ബലവത്തായിരിക്കുന്നത് പോലെ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ബലവത്തായിരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളും പരീക്ഷകളും അതിജീവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് പാറയാകുന്ന ക്രിസ്തുവിൽ നാം അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കണം. പരീക്ഷകളും ശോധനകളും എല്ലാവർക്കും ഉണ്ടാവും. കർത്താവിന് പോലും പരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വന്നു. സദൃശവാക്യം 10:25 വായിക്കുന്നത്, ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ. അതായത് പരീക്ഷകളിൽ ദുഷ്ടൻ തകർന്നു പോകും, എന്നാൽ പരീക്ഷകളിൽ നീതിമാൻ ദൈവത്തിൻ്റെ അധിഷ്ഠകരങ്ങളിൽ സുരക്ഷിതരായിരിക്കും. ബാബിലോണിയ പ്രവാസികളായി പിടിച്ചു കൊണ്ടുവന്നിരുന്ന ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. രാജാവിനെ അല്ലാതെ മറ്റൊരു ദേവനെ ആരാധിക്കുന്നവരെ സിംഹക്കുഴിയിൽ ഇട്ടുകളയും എന്ന കൽപ്പന ലംഘിച്ച ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടു എങ്കിലും ദൈവം ദാനിയേലിനെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചു. രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്ന കൽപ്പന ലംഘിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ യഹൂദ ബാലന്മാരെ തീച്ചൂളയിൽ എറിഞ്ഞു എങ്കിലും തീച്ചൂളയിലേക്ക് 4ാമത് ഒരുവനായി ദൈവം ഇറങ്ങിച്ചെന്നു. അതേ, ദൈവത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം തൻ്റെ അധിഷ്ഠകരങ്ങളിൽ സംരക്ഷിക്കുന്നു. ദൈവത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ചവരെ ദൈവം എങ്ങനെയാണ് കരുതുന്നത് എന്ന് 139-ാം സങ്കീർത്തനം പറയുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. സ്വർഗത്തിലും പാതാളത്തിലും ദൈവം എന്നോട് കൂടിയുണ്ട്. അവൻ്റെ വലം കൈ എന്നെ താങ്ങി നടത്തുന്നു. ഇരുട്ട് എന്നെ മൂടിക്കളയാതെ വെളിച്ചത്തിൽ ദൈവം എന്നെ നടത്തുന്നു. ക്രിസ്തുവിൽ അടിസ്ഥാനം ഉറപ്പിച്ചവരെ പിന്തുടരുകയും നടത്തുകയും കൂടെ ഇരുന്ന് കരുതുകയും ചെയ്യുന്ന കർത്താവ്. നമ്മുടെ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ ഉപദേശം കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. കേൾക്കുന്നത് പ്രമാണിക്കണമെങ്കിൽ ഉപദേശം നൽകിയവനിൽ വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വസിക്കുക എന്നത് നമ്മളുടെ ബുദ്ധിശക്തിയെ ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. ബുദ്ധി ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മിൽ പ്രവർത്തിക്കുന്നത് ദൈവം മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾപ്പാനും കഴിയും. വിശുദ്ധ അഗസ്റ്റിൻ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്നത് താനൊരു തത്വജ്ഞാനിയും ബുദ്ധിമാനുമായിരുന്നു എന്ന. തൻ്റെ ബുദ്ധി കൊണ്ട് പലതിനും ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചു എങ്കിലും കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ 30-ാം വയസ്സിൽ തൻ്റെ ബുദ്ധി ദൈവത്തിനായി സമർപ്പിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം അഗസ്റ്റിനെ വിശുദ്ധനാക്കി. അദ്ദേഹം പറഞ്ഞത്, ഒരുവൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയൂ. ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ബുദ്ധിയും കഴിവും ദൈവത്തിന് സമർപ്പിക്കുമെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളിൽ നാം പതറിപ്പോകില്ല. കോവാദീസ് എന്ന പുസ്തകത്തിൽ സഭയുടെ ആരംഭത്തിൽ നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അനേകരെ സിംഹങ്ങൾക്ക് ഇരയാക്കി, അനേകരെ തുണി ചുറ്റി എണ്ണയൊഴിച്ച് പന്തം പോലെ കത്തിച്ചു, അനേകരുടെ മേൽ മൃഗങ്ങളുടെ തുകൽ ചുറ്റി പൊരിയുന്ന വെയിലത്ത് ഇട്ടു. ചൂട് കൂടുന്നതനുസരിച്ച് തുകൽ ചുരുങ്ങി ചുരുങ്ങി ശരീരത്തെ ഞെരുക്കി അനേകർ എല്ലുകൾ തകർന്നു മരിച്ചു.
എന്നാൽ ഈ വിധത്തിലുള്ള കഠിനമായ പീഡനത്തിലും സഭ തകർന്നില്ല. കാരണം സഭ അടിസ്ഥാനമിട്ടത് യേശുക്രിസ്തുവിലായിരുന്നു. AD 155 ബിഷപ്പ് പോളികാർപ്പിനെ ക്രിസ്ത്യാനി എന്ന കുറ്റം ചുമത്തി ശരീരത്ത് എണ്ണയിൽ മുക്കിയ തുണി ചുറ്റി തീപ്പന്തമായി കത്തുവാൻ നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 86 years have I served Christ. He was never wrong to me. How then can I blaspheme my Lord and Savior? മരണത്തെ ഭയപ്പെടാതെ ഒരു തീപ്പന്തമായി അദ്ദേഹം കത്തിയമർന്നു. പരിശോധനകളും കഷ്ടതകളും എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ബുദ്ധിമാന്മാർക്ക് ഭയപ്പെടേണ്ടതില്ല. കർത്താവ് കൂടെയുണ്ട്. കർത്താവേ, ഒരു ബുദ്ധിമാനായി കർത്താവിൽ അടിസ്ഥാനമുറപ്പിച്ച് പതറാതെ മുന്നേറുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.